നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം വീണ്ടും പ്രതിസന്ധിയിൽ. തൃശൂരിൽ ഐ ഗ്രൂപ്പ് പ്രവർത്തകർ രഹസ്യയോഗം ചേർന്നു. ചാവക്കാട് സംഭവത്തിന്റെ ഉത്തരവാദിത്വം DCC പ്രസിഡന്റിനാണെന്ന് ഐ ഗ്രൂപ്പ്. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ ഹനീഫയുടേത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പോലീസ്. ദൃക്സാക്ഷി മൊഴിയുടെയും FIR-ന്റെയും പകർപ്പ് TCBക്ക് ലഭിച്ചു. തനിക്കെതിരെയുള്ള ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ. CPM-ന്റെ ജനകീയ പ്രതിരോധ സമരത്തിൽ 10,000 അണിനിരന്നു. ഇന്ത്യൻ ജനതയ്ക്ക് നിർഭാഗ്യകരമായി കൈവന്നത് കാളക്കൂട വിഷത്തിന് സമാനമായ BJP ഭരണമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ. തെരുവുനായ്ക്കളെ പിടികൂടാൻ ആളുകളില്ലാത്തത് പ്രതിസന്ധിയായി. ജില്ലയിൽ അലയുന്നത് 18,000 തെരുവുനായ്ക്കൾ. വേട്ടപ്പട്ടികളെപ്പോലെ തെരുവുനായ്ക്കൾ ആക്രമിച്ചതിന്റെ ഭീകരാനുഭവങ്ങളുമായി നിരവധി പേർ. അതിരപ്പള്ളി പദ്ധതിക്ക് അനുമതി നൽകാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ശുപാർശ. പദ്ധതിക്കെതിരായ പരിസ്ഥിതിവാദികളുടെ എല്ലാ വാദങ്ങളും സമിതി തള്ളിക്കളഞ്ഞു. ആശ്രമത്തിന്റെ മറവിൽ 14-കാരിയെ പീഡിപ്പിച്ച നടത്തിപ്പുകാരനും പീഡനത്തിന് കൂട്ടുനിന്ന കുട്ടിയുടെ മാതാവും ഗുരുവായൂരിൽ അറസ്റ്റിൽ. തൃശൂർ സ്വദേശി പ്രദീപ് മേനോൻ, ഏഞ്ഞിപ്പാലം സ്വദേശിനി ഷീജ എന്നിവരാണ് പിടിയിലായത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ചാവക്കാട് ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം വീണ്ടും പ്രതിസന്ധിയിലായി. കോൺഗ്രസ് എ ഗ്രൂപ്പ് പ്രവർത്തകനായ ഹനീഫ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് ജില്ലയിൽ കോൺഗ്രസ് AI ഗ്രൂപ്പ് പ്രവർത്തകർ തമ്മിൽ വീണ്ടും പോര് തുടങ്ങി. ഹനീഫയുടെ കൊലപാതകം ഐ ഗ്രൂപ്പിന്റെ മേൽ കെട്ടിവെക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ ഐ ഗ്രൂപ്പ് പ്രവർത്തകർ ഇന്ന് വൈകിട്ട് രഹസ്യയോഗം ചേർന്നു. കോൺഗ്രസ് പ്രവർത്തകന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഐ ഗ്രൂപ്പ് നേതാവും മന്ത്രിയുമായ CN ബാലകൃഷ്ണന്റെ പേര് അനാവശ്യമായി വലിച്ചിഴയ്ക്കുകയാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. അയ്യന്തോളിൽ 1 വർഷം മുൻപ് 2 കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിലും മന്ത്രിയുടെ പേര് വലിച്ചിഴച്ച് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമങ്ങൾ ഉണ്ടായതായും യോഗം വിലയിരുത്തി. ചാവക്കാട് കോൺഗ്രസിലുണ്ടായ പ്രശ്നങ്ങൾ 3 മാസം മുൻപ് DCC പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കാതിരുന്നതാണ് ഇപ്പോഴത്തെ സംഭവത്തിന് കാരണമെന്ന് ഐ ഗ്രൂപ്പ് യോഗം ചൂണ്ടിക്കാട്ടി. ചാവക്കാട് സംഭവത്തിന്റെ ഉത്തരവാദിത്വം DCC പ്രസിഡന്റിനാണെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആരോപിച്ചു. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി KPCC പ്രസിഡന്റിന് കത്ത് നൽകാനും യോഗം തീരുമാനിച്ചു. ചാവക്കാട് കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്കെതിരെ വിശദീകരണവുമായി മന്ത്രി CN ബാലകൃഷ്ണൻ രംഗത്ത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നുവരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ അറിയിച്ചു. കോൺഗ്രസ് പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇത് സംബന്ധിച്ച ഫലപ്രദവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അന്വേഷണത്തിൽ പോലീസ് തികഞ്ഞ ശുഷ്കാന്തിയാണ് കാണിക്കുന്നത്. ഹനീഫയുടെ വധവുമായി ബന്ധപ്പെട്ട മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകളിലൂടെ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വിള്ളലുണ്ടാക്കാനുള്ള ശ്രമത്തിനെതിരെ എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. തനിക്കെതിരെ ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണങ്ങൾ വേദനാജനകമാണെന്നും മന്ത്രി പറഞ്ഞു. മാതാവിന്റെ മുന്നിൽ വെച്ച് കുത്തേറ്റ് മരിച്ച ഹനീഫയുടേത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പോലീസ്. വധം കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പോര് മൂലമെന്ന് FIR-ൽ പറയുന്നു. ദൃക്സാക്ഷി മൊഴിയുടെയും FIR-ന്റെയും പകർപ്പ് TCBക്ക് ലഭിച്ചു. കൊലപ്പെടുത്തിയത് രാഷ്ട്രീയ വിരോധത്താലാണെന്ന് ദൃക്സാക്ഷി നേരത്തെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഹനീഫയെ കുത്തിയത് ഷമീറാണെന്നും ദൃക്സാക്ഷി മൊഴി നൽകിയിരുന്നു. കേസിലെ മറ്റ് പ്രതികളായ അഫ്സൽ, ഫസലു, അൻസാർ എന്നിവർ ഹനീഫയെ പിടിച്ചു നിർത്തി കൈകൾ പിറകിലേക്ക് ചേർത്തുവെച്ച് കുത്താൻ സൗകര്യം ചെയ്തു കൊടുത്തുവെന്നും തടയാൻ എത്തിയവരെ കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നുമാണ് സാക്ഷിമൊഴി. എന്നാൽ മദ്യലഹരി മാഫിയയെ എതിർത്തതാണ് ഹനീഫയ്ക്ക് കുത്തേൽക്കാൻ കാരണമെന്നായിരുന്നു കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരല്ലേ യഥാർത്ഥ കാരണമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതേക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ടെന്ന ഒഴുക്കൻ മറുപടിയായിരുന്നു ലഭിച്ചത്. ഹനീഫയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചുവിടുകയും ബ്ലോക്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. എന്നാൽ ഇത് ഏകപക്ഷീയമായ നടപടിയാണെന്ന് ആരോപിച്ച് ഐ ഗ്രൂപ്പ് രംഗത്തെത്തിയിട്ടുണ്ട്. കേസിൽ മുഖ്യപ്രതി ഷമീറിനെയും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർക്ക് സഹായം നൽകിയ ഷംസീറിനെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഹനീഫ വധക്കേസിൽ 7ാമത് പ്രതി ചേർത്ത് ഹാജരാക്കിയ പുതുവീട്ടിൽ ഷംസീറിന് ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. മജിസ്ട്രേറ്റ് N രഞ്ജിത്ത് കൃഷ്ണനാണ് പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. ആദ്യം ജാമ്യം അനുവദിച്ചുവെങ്കിലും മതിയായ ജാമ്യക്കാർ ഇല്ലാത്തതിനാൽ പ്രതിയെ റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചു.
കേസിലെ ഒന്നാം പ്രതി കണ്ണക്കേരൻ ഷമീർ, മൂന്നാം പ്രതി അൻസാർ എന്നിവരെ കൊലപാതകത്തിന് ശേഷം വെള്ളിയാഴ്ച രാത്രി എടക്കഴിയൂരിലേക്ക് തന്റെ ബൈക്കിൽ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്നാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. ഒന്നാം പ്രതി ഷമീറിനെ നേരത്തെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചുവെന്ന വകുപ്പ് പ്രകാരമാണ് ഷംസീറിനെതിരെ കേസെടുത്തിരുന്നത്. ഇത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. എന്നാൽ പിടിയിലായ ഷംസീർ രക്ഷപ്പെടുത്തിയ മൂന്നാം പ്രതിയെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. 11 പ്രതികളുള്ള കേസിൽ ഒരു പ്രതി കൂടി പോലീസ് പിടിയിലായതായി സൂചനയുണ്ട്. കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെ പേരിൽ സ്വന്തം മകൻ കൺമുന്നിൽ കുത്തേറ്റ് പിടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടതിന്റെ ഞെട്ടലിൽ നിന്ന് ഐഷാബി ഇപ്പോഴും മോചിതയായിട്ടില്ല. മകൻ കുത്തേറ്റ് വീഴുന്നത് കണ്ട് തളർന്നുപോയ ഐഷാബി ഇപ്പോൾ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയയായ ഐഷാബി ഓർമ്മ വരുമ്പോഴെല്ലാം മകനെ വിളിച്ച് കരയുകയാണ്. ഐഷാബിയുടെ 4 മക്കളിൽ രണ്ടാമത്തെ മകനായിരുന്നു ഹനീഫ കുത്തേറ്റ് വീഴുന്നത് നേരിട്ട് കണ്ട ചിന്നക്കൽ ഷറഫുദ്ദീനും ഞെട്ടലിൽ നിന്ന് മുക്തനായിട്ടില്ല. ഗാന്ധി ഘാതകന് ക്ഷേത്രം നിർമ്മിക്കാൻ ശ്രമിച്ച RSS രാജ്യത്തിന് വിലപ്പെട്ടതെല്ലാം ചവിട്ടി മെതിക്കുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ പറഞ്ഞു. കേരളീയർ അണിചേരുന്നു. ഭക്ഷ്യസുരക്ഷയെ തകർക്കുന്നതും കർഷക ജനതയെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ CPMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിരോധ സമരം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബേബി ജോൺ. RSSന്റെ ആജ്ഞാനുവർത്തികളായി മാറിയ BJP സർക്കാർ രാജ്യത്ത് വർഗീയ ഭിന്നത രൂക്ഷമാക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് ഇല്ലാതാക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ട ജീവിതത്തിനു വേണ്ടി രാജ്യത്ത് അന്വേഷണം നടത്തിയ ഇന്ത്യൻ ജനതയ്ക്ക് നിർഭാഗ്യകരമായി കൈവന്നത് കാളക്കൂട വിഷത്തിന് സമാനമായ BJP ഭരണമാണെന്നും ബേബി ജോൺ പറഞ്ഞു. നിരന്തര ജനദ്രോഹ നയങ്ങളുമായി മുന്നോട്ടു പോകുന്ന സർക്കാരുകൾക്കെതിരെ അതിശക്തമായ സമരപരിപാടികൾ തുടർന്നും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ സമസ്ത ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ഈ പ്രക്ഷോഭണം ദേശവ്യാപകമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, മതേതര പ്രസ്ഥാനങ്ങൾ എല്ലാം ചേർന്ന് അതിവിപുലമായ ഒരു ഐക്യപ്രസ്ഥാനത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് CPM ആഗ്രഹിക്കുന്നത്. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ 5 മണിക്ക് മുൻപ് അണിനിരുന്ന പ്രവർത്തകർക്ക് BK ശ്രീരാമൻ സമരപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇടതുപക്ഷ അനുഭാവികളായ സാഹിത്യകാരൻ വൈശാഖൻ, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, കാരിക്കാച്ചറിസ്റ്റ് ജയരാജ് വാര്യർ, കവി രാവുണ്ണി, ചലച്ചിത്ര സംവിധായകരായ പ്രിയനന്ദനൻ, അമ്പിളി, സ്വാമി വിശ്വഭദ്രാനന്ദ സത്യബോധി തുടങ്ങിയവരും സമരത്തിൽ അണിചേർന്നു. സംസ്ഥാന തലത്തിൽ നടന്ന സമരത്തിന്റെ ഭാഗമായി ജില്ലയിൽ 72 കിലോമീറ്റർ ദൂരം വരെയാണ് പ്രതിഷേധവുമായി പ്രവർത്തകർ അണിനിരുന്നത്. ന്യൂസ് ഡെസ്ക് TCV. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക്. നെല്ലായി നോർത്ത് ജംഗ്ഷനിൽ KSRTC ബസ്സിന് പിറകിൽ ട്രെയിലർ ലോറിയിടിച്ച് 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ നെല്ലായി ജീവൻ രക്ഷാവേദി പ്രവർത്തകർ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ഫിഷറീസ് കൺട്രോൾ റൂം അധികൃതർ അറിയിച്ചു. ഇരകൾക്ക് പറയാനുള്ളത്. വേട്ടപ്പട്ടികളെപ്പോലെ കൂട്ടമായി തെരുവുനായ്ക്കൾ ആക്രമിച്ചതിന്റെ ഭീകരാനുഭവങ്ങൾ മാധ്യമപ്രവർത്തകനായ കൃഷ്ണകുമാറും പോസ്റ്റ്മാനായ നിഖിൽ നന്ദകുമാറും പങ്കുവയ്ക്കുകയാണിവിടെ. രാത്രി 11 ജോലി കഴിഞ്ഞ് പോകുമ്പോഴാണ് നമ്മുടെ പുന്നമ്പറമ്പ് സെൻറ്ററിനടുത്ത് വെച്ചിട്ടാണ് എൻ്റെ ഒരു 6ഓളം നായ്ക്കൾ 2 സൈഡിലായിട്ട് പിന്നാലെ വന്ന് ആക്രമിക്കുകയായിരുന്നു. ബൈക്ക് മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ, 2 സൈഡിലും നായകൾ കുറച്ച് നമ്മുടെ ദേഹത്തേക്ക് ചാടുന്ന ഒരവസ്ഥ. നമ്മൾ തുടർച്ചയായി ഹോൺ അടിച്ചിട്ടും നായകൾ പിന്തിരിയാനായിട്ട് തയ്യാറായില്ല. നമ്മൾ ഒരു വെയിറ്റ് ഷെഡിൻ്റെ അടുത്ത് വെച്ചിട്ട് അവിടെയുള്ള ഒരു മരത്തുമ്മ ഇടിക്കേണ്ട സാഹചര്യം വരെ നിലവിലുണ്ടായിരുന്നു. എപ്പോഴേക്കും എന്തോ ഒരു കുരുത്തത്തിന് നമ്മുടെ ഓപ്പോസിറ്റായിട്ടൊരു ടിപ്പർ ലോറി വന്നതാണ് നമുക്കൊരു ജീവൻ തിരിച്ചു കിട്ടാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായത്. എനിക്കിത് എൻ്റെ മാത്രം അനുഭവമല്ല, മൊത്തം നിരവധി ഞാൻ അറിഞ്ഞിടത്തോളം അവിടുത്തെ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് വരെ ഇത്തരം ഒരു അനുഭവം ഉണ്ടായതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. തെരുവുനായകളെ കൊന്ന് മുഴുവൻ കുഴിച്ചുമുണ്ടെന്നുള്ള ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ എന്നിരുന്നാൽ കൂടിയിട്ട് മറ്റുള്ളവരെ നായ്ക്കളെ സംരക്ഷിക്കുക, ഇരകളാകുന്നവർ വെറുക്കപ്പെട്ടവർ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുരുവിലശ്ശേരി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനാണ്. ഞാൻ പോസ്റ്റും കൊണ്ടുപോകുന്ന വഴിയിൽ ഒരു കൂട്ടം തെരുവുനായ്ക്കൾ
വന്ന് ആക്രമിക്കുകയും വണ്ടി മൂന്നിടിച്ച് വണ്ടി പറഞ്ഞ് എൻ്റെ കയ്യിലെ കൊഴുതെറ്റുകയും ഉണ്ടായി. ഞാൻ ഒരു വീട്ടിൽ നിന്നും കത്ത് കൊടുത്ത് മറ്റേ വീട്ടിലേക്ക് കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിൽ വെച്ചാണ് പട്ടികളെ ആക്രമിച്ചത്. ഒരു കൂട്ടം പട്ടികളുണ്ടായിരുന്നു, ഒരു 10 പട്ടികളുടെ അടുത്തുണ്ടായിരുന്നു. ബന്ധുവീട്ടിൽ വിരുന്നെത്തിയ 3ാം ക്ലാസ് വിദ്യാർത്ഥിയെ തെരുവുനായ ആക്രമിച്ചു. മേത്തല കുണ്ടുകുളം പാനാശ്ശേരി ഉത്തമന്റെ മകൻ 8 വയസ്സുള്ള ഉമേഷിനെയാണ് അഴീക്കോട് മുനക്കലിൽ വെച്ച് തെരുവുനായ ആക്രമിച്ചത്. പീടികയിലേക്ക് പോകുകയായിരുന്ന കുട്ടിയെ നായ ആക്രമിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ കുട്ടിയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മേത്തലയിൽ താമസിക്കുന്ന കുട്ടി അഴീക്കോട് മുനക്കലിലുള്ള ബന്ധുവീട്ടിൽ വിരുന്ന് വന്നതായിരുന്നു. കുട്ടിയെ ആക്രമിച്ച ശേഷം നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയ നായയെ ഒടുവിൽ തല്ലിക്കൊന്നു. വന്ധ്യംകരിച്ച് വാക്സിനേഷൻ നടത്തുന്നതിനായി തെരുവ് നായ്ക്കളുടെ കണക്കെടുത്തു. ജില്ലയിലുള്ളത് 18,000 തെരുവ് നായ്ക്കൾ. നായ്ക്കളെ പിടിക്കാൻ ആളെ കിട്ടാനില്ല. തെരുവ് നായ്ക്കളെ മുഴുവൻ പിടികൂടി വന്ധ്യംകരിച്ച് പേവിഷമില്ലാതിരിക്കാൻ വാക്സിനേഷൻ നൽകി പുറത്തുവിടുന്നതാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായാണ് തെരുവ് നായ്ക്കളുടെ കണക്കെടുത്തത്. ജില്ലയിലുള്ളത് 18,000 തെരുവ് നായ്ക്കൾ. പദ്ധതിക്കായി 3 കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. പക്ഷേ നായ്ക്കളെ പിടിക്കാൻ ആളെ കിട്ടാനില്ലെന്നതാണ് ആദ്യ കടമ്പ. 10 നായ്ക്കളെ പിടിച്ചാൽ പിടികൂടുന്നയാൾക്ക് 700 രൂപയും സഹായിക്ക് 500 രൂപയും നൽകും. പക്ഷേ നായ്ക്കളെ പിടിക്കാൻ ആളെ കിട്ടാനില്ല. ഇതിന് ഏകദേശം ചെലവ് പ്രതീക്ഷിക്കുന്നത് 3 കോടിയാണ് ഇതിനകത്ത്. അപ്പോൾ ഇതിൽ എല്ലാ ലോക്കൽ ബോഡികളുടെ സഹകരണത്തോടൊപ്പം തന്നെ നായ്ക്കളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ടീമിനെ വേണ്ടി വരും ഇതിനകത്ത്. ആ ഒരു ടീമിനെ സജ്ജമാക്കുക അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളതാണ്. നായ്ക്കളെ പിടിക്കാൻ ആളെ തേടി പരസ്യം ചെയ്യാനൊരുങ്ങുകയാണ് ആസൂത്രണ സമിതി. പിടികൂടുന്ന നായ്ക്കളെ വന്ധ്യംകരിച്ച് വാക്സിനേഷൻ നൽകി പുറത്തുവിടുന്ന പദ്ധതിക്ക് വൻ ചിലവുണ്ട്. വാക്സിനേഷന് ഒരു നായ്ക്ക് മാത്രം 500 രൂപ ചിലവ് വരും. വന്ധ്യംകരിച്ച് കുത്തിവയ്പ് നടത്തി പുറത്തുവിട്ടാലും നായ്ക്കളുടെ അക്രമ സ്വഭാവം മാറില്ല എന്നത് മറ്റൊരു കാര്യം. പദ്ധതിയിലൂടെ നായ്ക്കൾക്ക് വാക്സിനേഷൻ തയ്യാറാക്കുന്ന കമ്പനികൾക്ക് ദശലക്ഷക്കണക്കിന് രൂപയാണ് ലഭിക്കുക. TCV തൃശൂർ. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ അതിരപ്പള്ളി പദ്ധതിക്ക് അനുമതി നൽകാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ശുപാർശ. നേരത്തെ പല സമിതികളും വനം പരിസ്ഥിതി മന്ത്രാലയങ്ങളും അനുമതി നിഷേധിച്ച പദ്ധതിക്കാണ് ഇപ്പോൾ അംഗീകാരം നൽകാൻ വനം പരിസ്ഥിതി മന്ത്രാലയം തീരുമാനിച്ചത്. പദ്ധതിക്കായി അനുമതി നൽകണമെന്ന ആവശ്യവുമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോടും വനം പരിസ്ഥിതി മന്ത്രാലയത്തിനോടും ആവശ്യം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിക്കായി രൂപരേഖ തയ്യാറാക്കിയത്. പരിസ്ഥിതി പ്രവർത്തകരടങ്ങുന്നവരുടെ എതിർപ്പും സമരവും പദ്ധതിക്കെതിരെ ഉയർന്നിരുന്നു. 163 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിക്കാണ് ഇവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. പദ്ധതി നിലവിൽ വന്നാൽ മേഖലയിലെ ജൈവ വൈവിധ്യത്തെയും ചാലക്കുടി പുഴയിലെ നീരൊഴുക്കിനെയും പ്രതികൂലമായി ബാധിക്കുമെന്നായിരുന്നു പ്രധാന എതിർപ്പ്. പദ്ധതിക്കെതിരായ പരിസ്ഥിതിവാദികളുടെ എല്ലാ വാദങ്ങളും സമിതി തള്ളിക്കളഞ്ഞു. പദ്ധതി സംബന്ധിച്ച് തദ്ദേശവാസികളുടെ പക്കൽ നിന്നും തെളിവെടുപ്പ് നടത്തുകയും വ്യാപകമായ എതിർപ്പുകൾ ഉയരുകയും ചെയ്തിരുന്നു. കുറുക്കുവഴികളിലൂടെ അതിരപ്പള്ളി പദ്ധതിക്കായി KECB നീങ്ങിയാൽ തങ്ങൾക്ക് ഹൈക്കോടതിയിൽ വീണ്ടും കേസ് ഫയൽ ചെയ്യേണ്ടി വരുമെന്ന് പരിസ്ഥിതി പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു. പുതുതായി നിലവിൽ വന്ന വനസംരക്ഷണ നിയമവും പദ്ധതിക്കെതിരാകുമെന്ന് റിവർ പ്രൊട്ടക്ഷൻ ഫോറം ഭാരവാഹി M. മോഹൻദാസ് വ്യക്തമാക്കി. പദ്ധതിക്കായി ലഭിച്ചിരുന്ന പാരിസ്ഥിതിക, സാങ്കേതിക, സാമ്പത്തിക അനുമതികളുടെ കാലാവധി വർഷങ്ങൾക്ക് മുൻപേ അവസാനിച്ചതാണെന്നും മോഹൻദാസ് ചൂണ്ടിക്കാട്ടി. ആശ്രമത്തിന്റെ മറവിൽ 14-കാരിയെ പീഡിപ്പിച്ച നടത്തിപ്പുകാരനെയും പീഡനത്തിന് കൂട്ടുനിന്ന കുട്ടിയുടെ മാതാവിനെയും ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ സ്വദേശി പുത്തൻവീട്ടിൽ പ്രദീപ് മേനോൻ, തേഞ്ഞിപ്പലം സ്വദേശിനി ഷീജ എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ CI MU ബാലകൃഷ്ണനും സംഘവും അറസ്റ്റ് ചെയ്തത്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഭക്തസംഘടനയുടെ പ്രധാനികളിൽ ഒരാളായ പ്രദീപ് മേനോനെ സ്വഭാവദൂഷ്യത്തിന്റെ പേരിൽ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇതേ തുടർന്ന് തിരുവമ്പാടി ക്ഷേത്രത്തിന് പുറകിൽ താമസിച്ചിരുന്ന പ്രതി 4 വർഷത്തോളമായി മമ്മിയൂരിൽ വീട് വാടകയ്ക്കെടുത്ത് ഹരേകൃഷ്ണ സത്സംഗം എന്ന പേരിൽ ആശ്രമം നടത്തിവരികയായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 15-ന് ഭജന കഴിഞ്ഞ് പ്രതി കുട്ടിയെയും അനുജത്തിയെയും അമ്മയ്ക്കൊപ്പം ആശ്രമത്തിന്റെ മുകൾ നിലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തുടർന്ന് ശീതളപാനീയമെന്ന വ്യാജേന കുട്ടിക്ക് ബിയർ കുടിക്കാൻ നൽകി. കയ്പ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുട്ടി വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കുടിപ്പിച്ചു. ക്ഷീണം അനുഭവപ്പെട്ട് കുട്ടി കിടക്കയിൽ കിടന്നതോടെ അമ്മ എന്തോ എടുക്കാനെന്ന പേരിൽ അനുജത്തിയെയും കൂട്ടി താഴേക്ക് പോയി. തുടർന്ന് പ്രതി കുട്ടിയെ കയറി പിടിക്കുകയായിരുന്നു. കുട്ടി നിലവിളിച്ച് കുതറിമാറി താഴെ നിലയിലേക്ക് ഓടി. നേരത്തെയും പ്രതി പല പ്രാവശ്യം കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനാൽ ആശ്രമത്തിലേക്ക് പോകാൻ കുട്ടി മടിച്ചിരുന്നു. എന്നാൽ അമ്മ നിർബന്ധപൂർവം
കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോവാറായിരുന്നു പതിവെന്നും പോലീസ് പറഞ്ഞു. കുട്ടിയെ നിർബന്ധിച്ച് പീഡനത്തിന് വഴിയൊരുക്കി കൊടുത്തതിനാണ് മാതാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമം തടയുന്നതിനായുള്ള പോസ്കോ നിയമപ്രകാരമാണ് പ്രദീപ് മേനോനെതിരെ കേസെടുത്തിരിക്കുന്നത്. അമ്മയുടെ സഹായത്തോടെയുള്ള പീഡനത്തെ തുടർന്ന് മാനസികമായി തളർന്ന കുട്ടി വിവരം അമ്മൂമ്മയോട് പറയുകയും ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വിദേശത്തുള്ള പിതാവ് നാട്ടിലെത്തി ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. വിവരം പുറത്തറിഞ്ഞതിനെ തുടർന്ന് കുട്ടിയുടെ അമ്മ മമ്മിയൂരിലെ ആശ്രമത്തിലായിരുന്നു താമസം. ആശ്രമത്തിൽ റെയ്ഡ് നടത്തിയാണ് പോലീസ് 2 പ്രതികളെയും കസ്റ്റഡിയിലെടുത്തത്. ആശ്രമത്തിന്റെ മറവിൽ മറ്റ് സ്ത്രീകളെയും ഇയാൾ ബിയർ നൽകി പീഡിപ്പിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ടെമ്പിൾ CI ബാലകൃഷ്ണൻ പറഞ്ഞു. CIക്ക് പുറമെ SI PS ബാലകൃഷ്ണൻ, സീനിയർ CPO B ബസന്ത്, സിവിൽ പോലീസ് ഓഫീസർ K സുരേഖ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ മമ്മിയൂരിൽ വീട്ടുകാർ പുറത്തുപോയ തക്കം നോക്കി വാതിൽ തകർത്ത മോഷ്ടാക്കൾ 11 പവൻ കവർന്നു. ഗുരുവായൂർ ദേവസ്വത്തിലെ UD ക്ലാർക്ക് മമ്മിയൂർ ബാനർജി നഗറിൽ ഹരിതം നിവാസിൽ സുധയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീടിന്റെ പുറകുവശത്തെ ഗ്രില്ലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ അലമാരയിൽ പെട്ടിയിലാക്കി സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് കവർന്നിട്ടുള്ളത്. കോടതി കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാവിലെ വീട്ടുകാർ തൃശൂരിലേക്ക് പോയതായിരുന്നു. രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വിലപിടിപ്പുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും ആഭരണങ്ങൾ മാത്രമാണ് നഷ്ടപ്പെട്ടത്. ടെമ്പിൾ CI MU ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. വലപ്പാട് ആനവിഴുങ്ങിയിൽ നിയന്ത്രണമിട്ട കാർ ദേശീയപാതയോരത്തെ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറി കുട്ടികൾ ഉൾപ്പെടെ 10 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശികളായ മറിയക്കുട്ടി, മുഹമ്മദ് അലി, മിർഷാദ്, മുസീദ, 3.5 വയസ്സുകാരി റിയ, മെഹർ, 7 വയസ്സുള്ള ഫിദ, റഷ, 2 വയസ്സുകാരി ഹിമ, 3 വയസ്സുകാരി അഹജ, റൈഹാനത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 1:30യോടെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്ന് പരപ്പനങ്ങാടിയിലേക്ക് പോവുകയായിരുന്നു കാർ യാത്രക്കാർ. ആനവിഴുങ്ങിയിൽ വെച്ച് നിയന്ത്രണമിട്ട കാർ ദേശീയപാതയോരത്തെ വെയിറ്റിംഗ് ഷെഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വെയിറ്റിംഗ് ഷെഡ് തകർത്ത കാർ സമീപത്തെ ആൽമരത്തിൽ ഇടിച്ചാണ് നിന്നത്. കാർ പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആനവിഴുങ്ങിയിൽ വെച്ച് എതിരെ വന്ന മറ്റൊരു കാർ ലൈറ്റ് ഡീം ചെയ്യാത്തതിനെ തുടർന്ന് കാഴ്ച മറഞ്ഞതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. തൃശൂർ മുൻ IG TJ ജോസ് കോപ്പിയടിച്ചെന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ കണ്ടെത്തൽ. ഉപസമിതി റിപ്പോർട്ട് പ്രോ വൈസ് ചാൻസലർക്ക് കൈമാറി. IGയോട് വിശദീകരണം തേടിയ ശേഷം അടുത്ത സിൻഡിക്കേറ്റ് യോഗം നടപടി സ്വീകരിക്കും. 2 കുറ്റങ്ങളാണ് IGക്കെതിരെ ഉപസമിതി കണ്ടെത്തിയത്. തുണ്ടുകടലാസുമായി പരീക്ഷാ ഹാളിൽ കയറിയെന്നും ഇൻവിജിലേറ്റർ ആവശ്യപ്പെട്ടിട്ടും ഇത് കൈമാറിയില്ലെന്നും ഉപസമിതി റിപ്പോർട്ടിൽ പറയുന്നു. സ്വാതന്ത്ര്യദിനാഘോഷത്തിനായി ജില്ലയിൽ ഒരുക്കങ്ങൾ തുടങ്ങി. ഒരുക്കങ്ങളുടെ ഭാഗമായി സ്വാതന്ത്ര്യദിന പരേഡിന്റെ റിഹേഴ്സൽ നടന്നു. പോലീസ്, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, വനിതാ പോലീസ് എന്നിവർ പരേഡിൽ അണിനിരക്കും. സ്വാതന്ത്ര്യദിന പരേഡിന്റെ റിഹേഴ്സൽ തെക്കിൻകാട് മൈതാനിയിൽ നാളെയും തുടരും. രാവിലെ 8:30 തൃശൂർ വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ മന്ത്രി CN ബാലകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തും. കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ പരമ്പരാഗത വ്യവസായ തൊഴിലാളികൾ നൽകിയ പങ്ക് ഏറ്റവും വലുതാണെന്ന് CPI മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. അന്തരിച്ച മുൻ മന്ത്രി KP പ്രഭാകരന്റെ 6ാം ചരമവാർഷിക ദിനാചരണവും അനുസ്മരണ സമ്മേളനവും അന്തിക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സവർണ മേധാവിത്വത്തിനെതിരെ നടന്ന പോരാട്ടമാണ് പിന്നീട് കേരളത്തിൽ അലയടിച്ച വിപ്ലവ ധ്വനികൾ. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യവും പാർട്ടി ബോധവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച വ്യക്തിത്വമാണ് KP പ്രഭാകരനെന്നും പന്ന്യൻ പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. MLAമാരായ PS സുനിൽകുമാർ, ഗീതാ ഗോപി, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ജനപ്രിയ സിനിമകൾക്ക് പുറകെ പോയപ്പോൾ മികച്ച സിനിമകളും അഭിനേതാക്കളും തഴയപ്പെട്ടെന്ന പരാതിയാണ് സോഷ്യൽ മീഡിയകളിൽ ഉയരുന്നത്. സിനിമാ പ്രേമികൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ ചിത്രങ്ങളായും കമന്റായും നവമാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുകയാണ്. മമ്മൂട്ടി, ജയസൂര്യ, മഞ്ജു വാര്യർ എന്നിവരെ തഴഞ്ഞ് നിവിൻ പോളി, നസ്രിയ തുടങ്ങിയ യുവതാരങ്ങളെ പരിഗണിച്ചതിന്റെ പ്രതിഷേധം പോസ്റ്റുകളിൽ കാണാം. മുന്നറിയിപ്പ്, അലീഫ്, അയൻ, ജലാംശം എന്നീ ചിത്രങ്ങൾ അവാർഡ് നിർണയം പൂർത്തിയായപ്പോൾ പിന്തള്ളപ്പെട്ടു എന്നതിൽ സോഷ്യൽ മീഡിയ നിരാശ പങ്കുവയ്ക്കുന്നു. അപ്പോത്തിക്കരിയിലെ പ്രകടനത്തിന് ജയസൂര്യയെയും വർഷം, മുന്നറിയിപ്പ് എന്നീ ചിത്രങ്ങളിലെ അഭിനയ മികവിന് മമ്മൂട്ടിയെയും ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മഞ്ജു വാര്യരെയും അലീഫയിലെ ലെനയെയും പരിഗണിച്ചില്ല എന്നതിന്റെ വേദന കമന്റുകളിൽ തെളിയുന്നു. അഭിനയ രംഗത്ത് നിന്ന് പിൻവാങ്ങിയതിനാണോ തനിക്ക് അവാർഡെന്ന് സംശയിക്കുന്ന നസ്രിയയുടെ ചിത്രം വൈറലായിട്ടുണ്ട്. മണിച്ചിത്രത്താഴിലെ അഭിനയത്തിന് ശോഭന വാങ്ങിയ അവാർഡാണല്ലോ ഇപ്പോൾ നസ്രിയയുടെ കയ്യിൽ ഇരിക്കേണ്ടതെന്ന കമന്റിനോട് ചേർന്ന് മലയാളമേ നിനക്ക് നീ തന്നെ തുണയെന്ന് പ്രാർത്ഥിക്കുകയാണ് പോസ്റ്റിലൂടെ.
സിനിമ എനിക്കൊരു ആവേശമാണ്. അത് ആരെല്ലാം പറഞ്ഞാലും തടയാൻ ശ്രമിച്ചാലും അത് എന്നിൽ നിന്ന് അകന്നു പോകില്ല. കാത്തിരിക്കാം നല്ല നാളേക്കായി എന്ന മമ്മൂക്കയുടെ വാക്കുകളും രാഘവനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാകില്ല മക്കളെ എന്ന മമ്മൂക്കായുടെ പടമിട്ടിട്ടുള്ള പോസ്റ്റും വൈറലാണ്. പഞ്ചാബി ഹൗസും പറക്കം തളികയും ഇപ്പോൾ ഇറങ്ങിയതായിരുന്നുവെങ്കിൽ ഹർശ്രീ അശോകനും മികച്ച നടനായേനെ തുടങ്ങി ഹാസ്യരൂപത്തിലുള്ള കമന്റ്സുകളും ഏറെയാണ്. ചില നടന്മാരും അവാർഡ് നിർണയ കമ്മിറ്റിക്കെതിരെ പോസ്റ്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന പ്രേക്ഷകനും അവാർഡ് കൊടുക്കണമെന്ന പോസ്റ്റിനാണ് ജനപ്രീതി കൂടുതൽ. കൾച്ചറൽ ഡെസ്ക് TCB. ജില്ലയ്ക്ക് പുതിയ കളക്ടറെ പ്രഖ്യാപിച്ചില്ല. കഴിഞ്ഞ മാസം 16-നാണ് MS ജയയെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി സർക്കാർ സ്ഥലം മാറ്റിയത്. പുതിയ കളക്ടറെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഒരു മാസം തികയുമ്പോഴും സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ്. ADM CK അനന്തകൃഷ്ണനാണ് ഇപ്പോൾ കളക്ടറുടെ ചുമതലയുള്ളത്. ഇടുക്കി കളക്ടർ V രതീശനെ തൃശൂർ കളക്ടറായി നിയമിക്കുമെന്ന് സൂചനയുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ എലൈറ്റ് നാരായണൻകുട്ടി ചരിഞ്ഞു. ഇന്ന് രാവിലെ 9:30 ആനത്താവളത്തിലെ കെട്ടുംതറയിലായിരുന്നു അന്ത്യം. ദേവസ്വം രേഖകൾ പ്രകാരം 64 വയസ്സാണ് കണക്കാക്കുന്നത്. 8 മാസത്തോളമായി നീരിൽ തളച്ചിരുന്ന കൊമ്പൻ ഇന്നലെ രാവിലെ മുതൽ വളരെ ക്ഷീണിതനായിരുന്നു. ദേവസ്വം വെറ്ററിനറി ഡോക്ടർ സുനിലിന്റെ നേതൃത്വത്തിൽ ആനയ്ക്ക് ഗ്ലൂക്കോസും മറ്റു മരുന്നുകളും നൽകിയിരുന്നു. എരണ്ടം പുറത്തു പോകാതിരിക്കുകയും തീറ്റയെടുക്കാതിരിക്കുകയുമായിരുന്നു. തൃശൂർ എലൈറ്റ് ഫാബ്രിക്സ് ഉടമയായിരുന്ന TR രാഘവനാണ് 1951 ഒക്ടോബർ 23-ന് 21-ാം വയസ്സിൽ നാരായണൻകുട്ടിയെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത്. 2013 ഏപ്രിലിൽ 13-ന് കാവീട് ആളാംകുളം ഭഗവതി ക്ഷേത്രോത്സവത്തിനിടെ ദേവസ്വത്തിലെ തന്നെ കൊമ്പൻ രവികൃഷ്ണൻ എലൈറ്റ് നാരായണൻകുട്ടിയെ കുത്തിവീഴ്ത്തിയിരുന്നു. അവശനിലയിൽ 2 മണിക്കൂറോളം കിടന്നതിന് ശേഷമാണ് ആന എഴുന്നേറ്റത്. ഈ സംഭവത്തിന് ശേഷം ആനയുടെ ആരോഗ്യസ്ഥിതി ദയനീയമായി. കൊമ്പന്റെ വിയോഗത്തോടെ ആനത്താവളത്തിലെ ആനകളുടെ എണ്ണം 57ആയി ചുരുങ്ങി. പഴയ പാട്ടുകളെ അപേക്ഷിച്ച് പുതിയ പാട്ടുകൾക്ക് നിലവാരം തീരെ കുറവാണെന്ന് ചലച്ചിത്ര പിന്നണി ഗായകൻ P ജയചന്ദ്രൻ പറഞ്ഞു. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിന്റെ സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് അപൂർവമായാണ് നല്ല പാട്ടുകൾ ഉണ്ടാകുന്നത്. പുതിയ പാട്ടുകാർ പഴയ പാട്ടുകൾ കേട്ട് പഠിക്കണമെന്നും ജയചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. നർമ്മം കലർന്ന സംഭാഷണത്തോടൊപ്പം ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്ന പഴയ ഗാനവും ഓലഞ്ഞാലി കുരുവി എന്ന പുതിയ ഗാനവും പാടി ജയചന്ദ്രൻ ക്യാമ്പസിനെ ഇളക്കിമറിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ CM ലത അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ KV ഗണേഷ് മുഖ്യപ്രഭാഷണം നടത്തി. കൂടിയാട്ട കലാകാരി ഉഷ നങ്ങിയാർ, സാഹിത്യകാരൻ മാധവൻ അയ്യപ്പത്ത്, ഫുട്ബോൾ താരം KF ബെന്നി എന്നിവരെ ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ ആദരിച്ചു. തേറമ്പിൽ രാമകൃഷ്ണൻ MLA മുഖ്യാതിഥിയായിരുന്നു. കൊച്ചിൻ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ KR ഹരിദാസ്, സെക്രട്ടറി V രാജലക്ഷ്മി, ഡോക്ടർ K കൃഷ്ണകുമാരി, പ്രൊഫസർ R ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ ഈ കണ്ണിലേക്ക് നാവുകൾ കെടുത്തരുതേ. കളമശ്ശേരി ആലുവ സ്റ്റേഷനുകൾക്കിടയിലുള്ള റെയിൽവേ പാതയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ബുധൻ ശനി ദിവസങ്ങളിൽ എറണാകുളം ഷൊർണൂർ പാതയിൽ ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റെയിൽവേ അധികൃതർ അറിയിച്ചു. ഈ മാസം 19, 22 തീയതികളിലും സെപ്റ്റംബർ 3, 5 തീയതികളിലും നിയന്ത്രണമുണ്ടാകും. ഗുരുവായൂർ എക്സ്പ്രസ് ബുധനാഴ്ചകളിൽ 2 മണിക്കൂറും ശനിയാഴ്ചകളിൽ 1 മണിക്കൂർ 20 മിനിറ്റും വൈകി പുറപ്പെടും. മംഗലാപുരം തിരുവനന്തപുരം എക്സ്പ്രസ്, ബിലാസ്പൂർ തിരുനെൽവേലി എക്സ്പ്രസ്, പാലക്കാട് തിരുവനന്തപുരം അമൃത എക്സ്പ്രസ് എന്നിവ വൈകും. ശനിയാഴ്ചകളിൽ എറണാകുളം സിറ്റി മെമു സർവീസിന്റെ 3 ഷെഡ്യൂളുകൾ ഉണ്ടാകില്ല. കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് ആലുവയിലും നിലമ്പൂർ എറണാകുളം പാസഞ്ചർ ചാലക്കുടിയിലും യാത്ര അവസാനിപ്പിക്കും. വൈകിട്ടുള്ള എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ചാലക്കുടിയിൽ നിന്നായിരിക്കും പുറപ്പെടുക. ചാലക്കുടി പോട്ടയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് മർദ്ദിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ 9 വർഷത്തിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്തു. പന്തളം സ്വദേശി മാമ്പുള്ളി വീട്ടിൽ രാജേഷിനെയാണ് ചാലക്കുടി CI ബാബു K തോമസും സംഘവും ചേർന്ന് പിടികൂടിയത്. 2006-ൽ കോക്കാടൻ മേഴ്സിയെ ആക്രമിച്ചാണ് ഇയാൾ ആഭരണം കവർന്നത്. അറസ്റ്റിലായ ശേഷം ജാമ്യമെടുത്ത രാജേഷ് പിന്നീട് ഗൾഫിലേക്ക് കടക്കുകയായിരുന്നു. ഈയിടെ നാട്ടിലെത്തിയെന്ന് പോലീസിന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. വൈറൽ പനി ബാധിച്ച 1097 പേർ ഇന്ന് ജില്ലയിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 2 പേർക്ക് ഡെങ്കിപ്പനിയും ഒരാൾക്ക് മലേറിയയും സ്ഥിരീകരിച്ചു. വിദേശ മദ്യശാലകൾക്ക് നിയന്ത്രണം കൊണ്ടുവന്നാൽ മാത്രമേ കേരളത്തിൽ നിന്ന് വീര്യം കൂടിയ മദ്യം തുടച്ചു നീക്കാൻ കഴിയൂവെന്ന് മദ്യവ്യവസായ തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന പ്രസിഡന്റ് P രാജു അഭിപ്രായപ്പെട്ടു.
കേരളത്തിലെ പരമ്പരാഗത കള്ള് വ്യവസായത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് AITUC ചെത്ത് മദ്യ വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ അന്തിക്കാട് നടത്തുന്ന 36 മണിക്കൂർ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കള്ള് വ്യവസായം സംരക്ഷിക്കാൻ സംസ്ഥാനം മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. പുതിയ മദ്യനയം കൊണ്ട് മദ്യത്തിന്റെ വിൽപ്പന കൂടിയിട്ടേയുള്ളൂ. വീര്യം കുറഞ്ഞ മദ്യത്തിലേക്ക് ജനങ്ങളെ ആകർഷിച്ചുകൊണ്ട് കള്ളിച്ചെത്ത് വ്യവസായത്തെ നിലനിർത്താൻ സാധിക്കുമെന്നും രാജു അഭിപ്രായപ്പെട്ടു. വീര്യം കൂടിയ മദ്യം കേരളത്തിൽ ഘട്ടഘട്ടമായി കുറച്ചു കൊണ്ടുവരലാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെങ്കിൽ ആദ്യം ഗവൺമെന്റ് ചെയ്യേണ്ടത് സർക്കാർ ഉടമയിൽ നടക്കുന്ന വിദേശ മദ്യ വിൽപ്പനശാലകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം. ഞാൻ ഒറ്റയടിക്ക് നമ്മുടെ AITUC സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കണമെന്ന് പറയുന്നില്ല. വിൽപ്പനയുടെ സമയം കുറിക്കുക. VS സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KM ജയദേവൻ, KG ശിവാനന്ദൻ, CR മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ജന്മദിന തിരുനാൾ ആഘോഷവും സൗജന്യ ഡയാലിസിസിനുള്ള ധനസഹായ വിതരണവും നടന്നു. ഇന്ന് രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രി ഡയറക്ടർ ഫാദർ സാജു കണിച്ചുകുന്നത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ജന്മദിന സമ്മാനമായി വിശ്വാസികൾ നൽകിയ 6 ലക്ഷം രൂപ സൗജന്യ ഡയാലിസിസ് നടത്തുന്നതിനായി 3 ആശുപത്രികൾക്കായി കൈമാറി. തൃശൂർ ജൂബിലി, അമല, പറവൂർ, ഡോൺ ബോസ്കോ എന്നീ ആശുപത്രികൾക്ക് 2 ലക്ഷം രൂപ വീതമാണ് നൽകിയത്. ഫാദർ സാജു കണിച്ചുകുന്നത്ത്, അമല അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ജൂലിയസ്, ജൂബിലി മിഷൻ ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് എന്നിവർ തുക ഏറ്റുവാങ്ങി. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് വചനപ്രഘോഷണം നടത്തി. റോബിൻസ് കളത്തിങ്കൽ സഹകാർമ്മികനായി. വൈകിട്ട് ലത്തീൻ ഭാഷയിൽ ദിവ്യബലി നടന്നു. ഒല്ലൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്ഥലം അളക്കാനെത്തിയ ജില്ലാ സർവേ സൂപ്രണ്ടിനെ നാട്ടുകാരും വ്യാപാരികളും തടഞ്ഞു. ഒല്ലൂർ ഓവർബ്രിഡ്ജിന് സമീപം റോഡ് അളക്കുന്നതിനിടെയാണ് ജില്ലാ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ തടഞ്ഞത്. ഇതേ തുടർന്ന് സർവേ നടപടികൾ നിർത്തിവെച്ച് ഉദ്യോഗസ്ഥ സംഘം മടങ്ങി. പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. മുണ്ടുപാലം മുതൽ തലൂർ വരെ ഒരേ അളവിൽ സ്ഥലം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സർവേ തടഞ്ഞത്. തൃശൂർ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും അഡ്വക്കേറ്റ്സ് ഫോറം ഫോർ സോഷ്യൽ ജസ്റ്റിസ് എന്ന സംഘടനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൃശൂർ പാസ്റ്ററൽ സെന്ററിൽ നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ്സ് ഫോറം ഡയറക്ടർ ഫാദർ ജോൺസൺ ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജിയുമായ സി മുജീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ്സ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് ഡേവിസ്, സെക്രട്ടറി അഡ്വക്കേറ്റ് ആന്റണി പെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ അപലപിക്കുന്നതായി DCC പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻകുട്ടി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വികാരപരമായി പ്രതികരിക്കുന്നത് പ്രവർത്തകർ ഒഴിവാക്കണം. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ കൂടുതൽ ശക്തമാക്കണമെന്നും ഒ അബ്ദുറഹ്മാൻകുട്ടി പറഞ്ഞു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ വിദ്യാരംഭം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സുനിൽ ചെരിയങ്കണ്ടത്ത്, ഡോക്ടർ ബെന്നി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. യൂനിസെഫ് പ്രതിനിധികളുടെയും ബംഗ്ലാദേശ് നയതന്ത്ര പ്രതിനിധികളുടെയും സംഘം കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് സന്ദർശിച്ചു. പഞ്ചായത്തി രാജ് സംവിധാനത്തെക്കുറിച്ച് പഠിക്കുവാനായി തൃശൂർ കിലയിലെത്തിയ 40 അംഗ സംഘമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയം സന്ദർശിച്ചത്. തോമസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള യൂനിസെഫ് പ്രതിനിധികളും ബംഗ്ലാദേശ് ഡെപ്യൂട്ടി സെക്രട്ടറി ഹിലാൽ ഉദ്ദീൻ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സംഘവുമാണ് കൊടുങ്ങല്ലൂരിൽ എത്തിയത്. മസ്ജിദിനോട് ചേർന്നുള്ള ഇസ്ലാമിക പൈതൃക മ്യൂസിയവും സംഘം സന്ദർശിച്ചു. വാണിജ്യം. സാംസ്കാരിക നഗരിയുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് സ്വപ്നചാരുത നൽകി പുതുപുത്തൻ ബ്രാൻഡായ ദക്ഷിണ തൃശൂർ പൂത്തോൾ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. AK കോംപ്ലക്സിലെ ഫസ്റ്റ് ഫ്ലോറിൽ ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം അധ്യാപിക നന്ദിനി നാരായണൻ നിർവഹിച്ചു. ദക്ഷിണ മാനേജിംഗ് ഡയറക്ടർ അനീഷ് ബാൽ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സ്വന്തമായി ഡിസൈൻ ചെയ്ത സാരീസ്, ഫ്രോക്ക്, വെഡ്ഡിംഗ് ഫ്രോക്സ്, സൽവാർ, ലാച്ച, ജെൻസ്, കിഡ്സ് വെയറുകളുടെ വർണ്ണ വസ്ത്ര സാമ്രാജ്യമാണ് ദക്ഷിണ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ മികച്ച ഗുണമേന്മയിലും വിശ്വാസ്യതയിലും തിരഞ്ഞെടുക്കാനും ഡിസൈൻ ചെയ്ത് നൽകാനും ദക്ഷിണ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ന്യൂ ട്രെൻഡി ഫാഷനബിൾ വസ്ത്രങ്ങൾക്കൊപ്പം തന്നെ ഡിസൈനിങ് വസ്ത്രങ്ങളുടെ വൈവിധ്യ ശ്രേണിയും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. ബന്ധപ്പെടുക 8589879944, 8589839944. പ്രധാന വാർത്തകൾ വീണ്ടും.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം വീണ്ടും പ്രതിസന്ധിയിൽ. തൃശൂരിൽ ഐ ഗ്രൂപ്പ് പ്രവർത്തകർ രഹസ്യയോഗം ചേർന്നു. ചാവക്കാട് സംഭവത്തിന്റെ ഉത്തരവാദിത്വം DCC പ്രസിഡന്റിനാണെന്നും ഐ ഗ്രൂപ്പ്. ചാവക്കാട് കോൺഗ്രസ് പ്രവർത്തകൻ ഹനീഫയുടേത് രാഷ്ട്രീയ കൊലപാതകമെന്ന് പോലീസ്. ദൃക്സാക്ഷി മൊഴിയുടെയും FIR-ന്റെയും പകർപ്പ് TCBക്ക് ലഭിച്ചു. തനിക്കെതിരെയുള്ള ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ. CPM-ന്റെ ജനകീയ പ്രതിരോധ സമരത്തിൽ 10,000 അണിനിരന്നു. ഇന്ത്യൻ ജനതയ്ക്ക് നിർഭാഗ്യകരമായി കൈവന്നത് കാളക്കൂട വിഷത്തിന് സമാനമായ BJP ഭരണമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ. തെരുവ് നായ്ക്കളെ പിടികൂടാൻ ആളുകളില്ലാത്തത് പ്രതിസന്ധിയായി. ജില്ലയിൽ അലയുന്നത് 18,000 തെരുവ് നായ്ക്കൾ. വേട്ടപ്പട്ടികളെപ്പോലെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചതിന്റെ ഭീകരാനുഭവങ്ങളുമായി നിരവധി പേർ. അതിരപ്പള്ളി പദ്ധതിക്ക് അനുമതി നൽകാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ശുപാർശ. പദ്ധതിക്കെതിരായ പരിസ്ഥിതിവാദികളുടെ എല്ലാ വാദങ്ങളും സമിതി തള്ളിക്കളഞ്ഞു. ആശ്രമത്തിന്റെ മറവിൽ 14-കാരിയെ പീഡിപ്പിച്ച നടത്തിപ്പുകാരനും പീഡനത്തിന് കൂട്ടുനിന്ന കുട്ടിയുടെ മാതാവും ഗുരുവായൂരിൽ അറസ്റ്റിൽ. തൃശൂർ സ്വദേശി പ്രദീപ് മേനോൻ, തേഞ്ഞിപ്പാലം സ്വദേശിനി ഷീജ എന്നിവരാണ് പിടിയിലായത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.